പാട്രിയാർക്കി എന്ന് പറയുന്നത് ഒരു സത്യമാണ്. സ്ത്രീകളെ നല്ല രീതിയിൽ സപ്രസ് ചെയ്ത് വെക്കാൻ ഇവർ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് 100%. ലോകത്തിലുള്ള എല്ലാ കോണ്ടിനെന്റിൽ നിന്നുള്ള സ്ത്രീകളും നൂറ്റാണ്ടുകളായി ഈ അടിമത്വം അനുഭവിച്ചിട്ടുണ്ട്, മാറ്റി നിർത്തൽ അനുഭവിച്ചിട്ടുണ്ട്, മാർജിനലൈസേഷൻ. നമ്മൾക്ക് അവരോട് എപ്പോഴും സിമ്പതിയേ ഉള്ളൂ, എമ്പതിയേ ഉള്ളൂ. അവരുടെ കൂടെ തന്നെ ആ കാര്യത്തിൽ. ഒരിക്കലും ഒരു കാരണവശാലും സ്ത്രീയെ സിമോൺ ഡി ബുവേ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരുടെ സെക്കൻഡ് സെക്സ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. സെക്കൻഡ് സെക്സ് ഒന്ന് ആലോചിച്ച്, രണ്ടാം കിട ലിംഗക്കാരായിട്ട് ആ സ്ത്രീകളെ കണക്കാക്കുന്നത്. അതിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ടൈറ്റിലാണ് അവരെഴുതിയിരിക്കുന്ന സെക്കൻഡ് സെക്സ്. അത് എന്ത് പ്രയോഗമാണെന്ന് ഒന്ന് ആലോചിച്ച്. ഒരു കാലത്ത് സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരുന്നു, ഇന്നും പല സ്ഥലങ്ങളിലും ആ മാറ്റി നിർത്തൽ അനുഭവിക്കുന്നുണ്ട്. ആ സപ്രഷനിൽ നിന്ന് ഉയർന്നു വന്നതാണ് ഒറിജിനൽ ഫെമിനിസം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അത് റിലീജിയന്റെ പ്രോഡക്റ്റ് ആണെന്ന് തന്നെ ഞാൻ പറയും, സംശയമില്ലാത്ത കാര്യം. റിലീജിയന്റെ പ്രോഡക്റ്റ്, നോട്ട് ഫ്രം ഗോഡ്, നോട്ട് ഫ്രം ജീസസ് ക്രൈസ്റ്റ്, നോട്ട് ഫ്രം ബൈബിൾ, ബട്ട് ഫ്രം റിലീജിയൻ. അതാ ഞാൻ പറയുന്നത്. റിലീജിയന്റെ പ്രോഡക്റ്റാ. നമുക്ക് ഇതിനകത്തൊന്നും എക്സെപ്ഷൻ ഇല്ല. നമ്മൾ അതിനകത്ത് ന്യായീകരിക്കാനും നമ്മളില്ല. ന്യായീകരിച്ചാൽ നിക്കത്തില്ല. ചരിത്രബോധമുള്ള ഒരു വ്യക്തിയും അതിനെ ന്യായീകരിച്ച് നമുക്ക് നേടാൻ പറ്റത്തില്ല.